സുഹൃത്തുക്കളെ, ഇന്ന് തുമ്പപ്പൂവാണ്. തുമ്പപ്പൂവിൻ്റെ ചെടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഈ മുനിസിപ്പാലിറ്റിക്കാരെ വന്നിട്ട് കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞ കാരണം കൊണ്ട് ഇപ്പോൾ ഒക്കെ ചെറിയ ചെടികളേ ഉള്ളൂ. എന്തായാലും തുമ്പപ്പൂവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കിനി പറയാം. അങ്ങനെ നമ്മുടെ തുമ്പ അരച്ച് നമ്മൾ റെഡിയാക്കിയിട്ട് ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഈ കഞ്ഞിയിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. കഞ്ഞി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തുമ്പയും പച്ചയ്ക്ക് തന്നെയാണ് നമ്മളിന്ന് അരച്ചെടുത്തിരിക്കുന്നത്. അത് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. കഞ്ഞിയിൽ ബാക്കിയുള്ള എല്ലാ കൂട്ടുകളും നമ്മൾ പഴയ പോലെ തന്നെ മില്ലറ്റുകളും നമ്മുടെ അരികളും പിന്നെ അങ്ങനെ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത്. ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ പുളിയുള്ള തരത്തിലുള്ള എന്തെങ്കിലും കറികൾ കഴിക്കണം എന്നാണ് പറയുക. അപ്പോൾ അതിന് ചെറുനാരങ്ങ നീരിലുണ്ടാക്കുന്ന ചമ്മന്തിയോ അല്ലെങ്കിൽ മോര് കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തിയോ സലാഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പുളിയുള്ള സംഭവം നമ്മൾ അകത്ത് ചെല്ലണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പക്ഷേ ശാസ്ത്രം അറിയുന്നവർക്കറിയാം, നമ്മുടെ ഉമിനീര് പുളി തട്ടുമ്പോൾ അത് ന്യൂട്രലാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ദഹനരസം അവിടെ വെച്ചിട്ട് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അത് നല്ലതാണോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും. അത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് എത്രത്തോളം നമ്മളുടെ ആമാശയത്തിലും അതേപോലെ ചെറുകുടലിലും നിൽക്കുന്നുവോ അത്രത്തോളം ആമാശയത്തിൻ്റെയും അതേപോലെ ചെറുകുടലിൻ്റെയും സ്ട്രെങ്ത്ത് കൂടാൻ സഹായിക്കും. അപ്പോൾ നമ്മളിത് ഏകദേശം ഇത് കലക്കി കഴിഞ്ഞു. സാധാരണ രീതിയിൽ നമ്മൾ ഒരിക്കലും പുളിയുള്ള ഭക്ഷണം ചേർക്കരുതെന്നാണ് അല്ലെങ്കിൽ കഴിക്കരുതെന്നാണ് പ്രകൃതിയിൽസവർ പറയുക. കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഉമിനീര് ന്യൂട്രലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമിനീര് ന്യൂട്രലായി കഴിഞ്ഞാൽ ആദ്യത്തെ ദഹനം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത്. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇതിനകത്തുള്ള ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പടിപടിയായിട്ട് അല്ലെങ്കിൽ പതുക്കെ മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഇങ്ങനെ തന്നെയാണ്. മറ്റതെല്ലാം ബാക്കിയുള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി കാശിത്തുമ്പ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നുള്ള രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുടെ ഔഷധക്കഞ്ഞിയിൽ പ്രധാന ഔഷധ സസ്യം എന്ന് പറയുന്നത് തുമ്പച്ചെടിയാണ്. എല്ലാവർക്കും അറിയാം വെള്ളപ്പൂവുള്ള തുമ്പച്ചെടിയെ കുറിച്ച്. തുമ്പച്ചെടി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കഫക്കെട്ട് മാറാനും അതേപോലെ വയറിലെ കൃമി പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളം ഉപയോഗിച്ചു വന്നത്. തുമ്പച്ചെടിയുടെ മറ്റൊരു പ്രധാന ഔഷധ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ എക്കിട്ടം വരില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്കിട്ടം ഗ്യാസ് കുടുങ്ങിയിട്ട് വരുന്നില്ലേ, അത് പോകാൻ വേണ്ടിയിട്ട് തുമ്പനീര് അല്ലെങ്കിൽ തുമ്പച്ചെടി എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൈക്കുമ്പിളിലാക്കിയിട്ട് ഇങ്ങനെ നെറുകിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം അടച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നിൽക്കാത്ത എക്കിട്ടവും നിൽക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ്, ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഒറ്റമൂലി കൂടിയാണ്. ഈ രഹസ്യം ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ പറയണത് സാധാരണ എന്തെങ്കിലും ഒന്ന് നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്കിട്ടല്ല, വിട്ട് മാറാത്ത എക്കിട്ടം ചില രോഗങ്ങളുടെ ലക്ഷണം കൂടിയാണ്. അങ്ങനത്തെ എക്കിട്ടത്തിനാണ് ഇതിങ്ങനെ തലയിൽ അരച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ എക്കിട്ടം എന്ന് പറയുന്നത് നിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ശിരസിൽ നിന്ന് നമ്മളുടെ കൈകളിൽ നിന്ന് നമ്മുടെ ശിരസിലെ രോമകൂപങ്ങളിലൂടെ തലയിലേക്ക് ഇറങ്ങി ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളുടെ തലയിലുണ്ടാവുന്ന ഈ താരൻ പോലുള്ള അസുഖങ്ങൾക്ക്, സ്കിൻ അലർജി പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധം കൂടിയാണ്. ഇനി മറ്റൊരു ഔഷധമായിട്ട് നാളെ എത്താം. ഓക്കെ, താങ്ക് യു.